God, tell me more about male loneliness epidemic. A little more. I didn't quite catch that. I didn't quite catch what you mean about male loneliness epidemic. This man killed her because he couldn't. കൊച്ചി നഗരത്തിൽ യുവതിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പിടിക്കാൻ ശ്രമിച്ച കേസിലെ മൂന്നാമത്തെ പ്രതിയും പിടിയിലായിരിക്കുകയാണ്. അരൂർ സ്വദേശി സഞ്ജയാണ്. എല്ലാവർക്കും നമസ്കാരം. പാർവതിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെയധികം കരഞ്ഞുകൊണ്ട് വളരെയധികം സങ്കടത്തിലാണ് പാർവതി ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. വീഡിയോ കണ്ട സമയത്ത് എനിക്കൊരു തേങ്ങ മനസ്സിലായില്ലേ, ഇവരെന്തിനെ പറ്റിയിട്ട് പറയുന്ന അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ട് കരയുന്നു എന്ന് പോലും പിടികിട്ടുന്നില്ല. ആർക്കും അത് പിടികിട്ടാൻ ചാൻസും ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണും, കാരണം ഒരുപാട് പേര് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ കാരണം മറ്റേ കൊലക്കേസിലെ ഷെറിൻ വരുന്നുണ്ട്, സുനിതയെ പറ്റിയിട്ടാണ് ഈ ഒരു പാർവതി പറയുന്നത്. അതും സുനിത ആരൊക്കെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെന്ന്, അതിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടെന്നും, ഇവിടെ ഫെമിനിസവും ഫെമിനിസ്റ്റുകളും ഒക്കെ വേണം വേണ്ട എന്നുള്ള രീതിയിലുള്ള എന്തൊക്കെയാണ് തള്ളിമറിക്കുന്നതെന്നല്ല പറയുന്നത്. ഓക്കെ, പക്ഷേ അറ്റ്ലീസ്റ്റ് മലയാളം അറിയാമല്ലോ, മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടത് മലയാളത്തിൽ ഇടായിരുന്നു. സത്യം ഉള്ള കാര്യം, ഇമോഷണലി ഇട്ടതാണെങ്കിൽ ഓക്കെ, മലയാളത്തിൽ ഇടായിരുന്നു. കാരണം ഒരു തേങ്ങ മനസ്സിലാവില്ല, നമ്മൾ അത്രയും വിവരമുള്ളമാരൊന്നും അല്ലടേ. ഉള്ള കാര്യം പറയാം, അമ്മച്ചിയാണോ പറയാതെ, അത്രയും വിവരം ബോധവും പൊക്കണമെന്ന് എനിക്കില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ആ വീഡിയോ കാണാം. God, tell me more about male loneliness epidemic. A little more. I didn't quite catch that. I didn't quite catch what you mean about male loneliness epidemic. This man killed her because he couldn't assault her. And this is not his first time. It won't be his last time. There you go. What a safe country for our girls. Why do we need feminism though? Why? Feminities. God. അറ്റ്ലീസ്റ്റ് ആ ജനലെങ്കിലും അടച്ചിട്ടിരുന്ന് സംസാരിച്ചിരുന്ന കാറ്റിൻ്റെ മഴയുടെ സൗണ്ടെങ്കിലും കേൾക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. സീരിയസ്ലി ഇനി എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രതികരിക്കുക. ഒന്നും മനസ്സിലാവാത്തതിൻ്റെ കുറ്റമല്ല, മൊത്തത്തിലുള്ളൊരു കരക്കമ്പിൽ സംസാരമാണ് പാർവതി പറഞ്ഞൊരു തേങ്ങ മനസ്സിലായില്ലെന്നാർക്ക്. എന്തായാലും കരഞ്ഞിത്രയും പറഞ്ഞ സ്ഥിതിക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിത കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പാർവതി പറയുന്നത്. അതിൽ സുനിത എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫെമിനിസ്റ്റുകളൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർവതി സംസാരിക്കുന്നത്. ഈ സുനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബാംഗ്ലൂരിൽ ഡോഗ് കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് അവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ ദീപക് കൃഷ്ണയാണ് തീർത്ത് കളഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. ഈ കഥ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കേസിലെ വധക്കേസിലെ ഷെറിൻ്റെ പല അപരാധങ്ങളും ഈ പറയുന്ന സുനിത സമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതും സുനിത കുറച്ച് നാൾ അകത്ത് കിടന്നപ്പോൾ അവിടെ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങളും പേക്കൂത്തുകളും ഷെറിന് വേറെ പോലീസുകാരനുമായിട്ട് ബന്ധമുള്ളതും അവിടെ കളി നടക്കുന്നതും അടക്കം ഷെറിന് അവിടെ ഉള്ള സൽക്കാരങ്ങളും പിന്നെ നമ്മുടെ മുൻ മന്ത്രി അണ്ണനുമായിട്ടൊക്കെ ഉള്ള പരിപാടികളടക്കം എല്ലാം വിളിച്ചു പറഞ്ഞ് സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ള കേസടക്കം സമൂഹത്തോട് തുറന്നു പറഞ്ഞു സുനിത. എന്തായാലും സത്യം തുറന്നു പറയുന്നവന് അധിക നാൾ ജീവൻ കാണില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ്. ഇപ്പം എൻ്റെയൊക്കെ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മൾ സത്യം തുറന്ന് പറയുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എവിടെയെങ്കിലും വെട്ടിപ്പൂട്ടിയെടുത്ത് വല്ല ഓടലൂറി, അത് വേറൊരു സത്യം, പ്രപഞ്ച സത്യം. എങ്കിലും കുഴപ്പമില്ല, ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വാതുറന്ന് സത്യം പറഞ്ഞുകൊണ്ട് ചാവാന്നാണ് ഞാനും വിചാരിക്കുന്നത്. അങ്ങനെ സുനിത അന്ന് കാര്യങ്ങളൊക്കെ ഷെറിനെ കുറിച്ചിട്ടുള്ള പുറം ലോകത്തോട് അറിയിച്ചതിനെ തുടർന്നിട്ട് ഷെറിൻ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പണിതു. ഏത് നമ്മുടെ ദീപക്കണ്ണനായിട്ട് പണിതു എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വന്നത്. ആ കേസിനെ പറ്റിയിട്ടാണ് പാർവതി സംസാരിച്ചു വന്നപ്പോൾ അവസാനം മൊത്തത്തിൽ മൂഞ്ചി. പാർവതി പറഞ്ഞത് ഉദ്ദേശിച്ചതൊക്കെ വേറെയായിരുന്നു. പാർവതിക്ക് നേരെ അറിയാണ്ട് എന്തോ എവിടെ പൊളിപ്പും തൂങ്ങൽ കേട്ടും കൊണ്ട് വേറൊരു രീതിയിൽ ആ കേസിനെ പ്രസൻറ്റ് ചെയ്തു. ഇപ്പോൾ അതിങ്ങനെയായി. പാർവതി മര്യാദയ്ക്ക് മലയാളത്തിലെങ്കിലും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യാമായിരുന്നു. എന്നാലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനൊരു കേസിൽ വിയൂർ വനിതാ ജയിലിൽ കിടന്നിരുന്നത്. അപ്പോൾ വിയൂരിൽ നിന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു 2013 അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണവർ വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്.
അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂവിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറീന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 രൂപ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ, ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബിന്ദാസിന് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു. അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി. ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു, അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളി പീപ്പിളിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു. പുറത്തേക്ക് പോയി പരാതി. അങ്ങനെ പുറത്തേക്ക് പരാതി പോയിട്ട് കൈരളി പീപ്പിൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു. എന്തൊരു പ്രോഗ്രാം ഉണ്ടായെന്ന് തോന്നുന്നു. അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു. കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത്, എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത്. പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് DIG പ്രദീപ് സാറ്, പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം, ഒരു 3 പേരും കൂടി എന്നെ ചോദ്യം ചെയ്തു. DIG എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെയാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. 1.5-2 മണിക്കൂർ എന്താണ് സാറേ സരസ്? അങ്ങനെയാണ്. അപ്പോൾ ഷെറിൻ എന്ന് പറയുന്ന ഒരു കൊലപാതകി അവിടെ VVIP ലെവലിലാണ് ജീവിച്ചിരുന്നത്. പുറത്തുള്ള ഫുഡ്, കോസ്മെറ്റിക് ഐറ്റംസ്, ദെൻ ഷീ ഹാസ് ഹെർ ഓൺ ഡ്രസ്സസ്, അങ്ങനെ വലിയ VIP സെറ്റപ്പിലാണ് ഷെറിൻ അവിടെ ജീവിച്ചിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്രതികളെല്ലാം മൂഞ്ചാൻ വന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്ന സുനിത പുറം ലോകത്തോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു. പിന്നെ പകയാണല്ലോ, ഓട്ടോമാറ്റിക്കലി സുനിതയുടെ ജീവിതവും ജീവനും തീർക്കുക, തുലയ്ക്കുക എന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനം, ATHUL, അതുൽ. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്നൊരു സ്വാഭാവിക സാധനമാണ്. അങ്ങനെ ഇട്ട് പണിതതാണ്. തീർത്തു, സ്വാഭാവികം. ഓക്കെ, ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ വന്നിട്ടുള്ള ന്യൂസ് ഞാൻ കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ അത്ഭുതമായിട്ട് തോന്നുന്നത്, സാധാരണ കുറ്റവാളികൾ, നമ്മൾ കോടതി മുഖാന്തരം ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ ജയിലിൽ പോയി ജീവപര്യന്തം അല്ലെങ്കിൽ അവിടെ ശിക്ഷ അനുഭവിക്കാനാണ് പോകുന്നത്. പകരം അവിടുത്തെ സാറന്മാർക്ക് കാഴ്ചയും വെച്ച് അവിടുത്തെ സാറന്മാർ ഇറങ്ങി സാറന്മാർ അടിച്ചു വെച്ചും കൊണ്ട് ഇഷ്ട ഫുഡും ഇഷ്ട രീതിയിൽ ജീവിതവും നയിച്ച് വലിയ ഉന്നതന്മാരുടെ സംരക്ഷണത്തിൽ നടന്ന് എന്തുവാടേ. അപ്പോൾ ഇവിടെ അധികാരവും പണവും ഒക്കെ ഉള്ളവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളൊക്കെ എന്തോന്നു മറ്റേ കീരവത്ത് പറക്കായിരിക്കുന്നത്. ഇഷ്ടം, വല്ലാത്ത അവസ്ഥ. എന്തായാലും സുനിത തീർത്തു. മറ്റേ പട്ടിക്കേസിലെ ദീപക്കണ്ണനെ വിട്ട് തീർത്തു. നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. ബംഗളൂരുവിൽ ക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശിനി സുനിത വെറുമൊരു ഇരയല്ല, മറിച്ച് അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ച സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് വേട്ടയാടപ്പെട്ടൊരു സ്ത്രീയാണ്. കേരളത്തെ നടുക്കിയ ഭാസ്കരക്കാരനവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിലിൽ വഴിവിട്ട് സൗകര്യങ്ങൾ ലഭിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് സുനിതയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത്. പിന്നീട് ജീവിക്കാനായി ബംഗളൂരുവിലെ തെരുവുനായ ഷെൽട്ടറിൽ ജോലി, അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനവും മരണവും. സുനിതയുടെ കൊലപാതകവും ഷെറിനെതിരായ വെളിപ്പെടുത്തലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രതി ദീപകൃഷ്ണൻ പിടിയിലായതോടെ കേസിൽ സത്യങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി സുനിതയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന പ്രതി ദീപകൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്നാണ് പിടിയിലായത്. കൊല്ലം സ്വദേശിയായ ദീപക് ബംഗളൂരുവിൽ തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്ന ഷെൽട്ടർ ഹോം നടത്തിവരികയായിരുന്നു.
ബംഗളൂരുവിലെ നായ വളർത്തൽ കേന്ദ്രത്തിന് സമീപത്തെ ചെറിയ വീട്ടിൽ 16 നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. സുനിതയ്ക്കൊപ്പം ബന്ധുവായ പെൺകുട്ടിയും ചന്ദ്രാപ്പിന്നി സ്വദേശിനിയായ യുവതിയും ജോലിക്ക് പോയിരുന്നു. ദീപക് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ ജോലി മതിയാക്കുകയാണെന്ന് ഇവർ അറിയിച്ചു. ഇതോടെയാണ് ദേഹോപദ്രവത്തിന്റെ തുടക്കം. നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന വിവരം മെയ് 3 വൈകിട്ട് ഇവർ ദീപകിനെ അറിയിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചു. സുനിത അബോധാവസ്ഥയിലായപ്പോൾ മറ്റ് 2 പെൺകുട്ടികൾക്കൊപ്പം വീട്ടിൽ പൂട്ടിയിട്ട് ദീപക് പുറത്തേക്ക് പോയി. ഇവർ പോലീസിനെ അറിയിച്ചപ്പോൾ 2 പോലീസുകാർ അന്വേഷിച്ചെത്തി പൂട്ട് തകർത്ത് അകത്ത് കയറി സുനിതയെ ആശുപത്രിയിലാക്കി. വിവരമറിഞ്ഞ് ഭർത്താവ് ഷിൻഡോ ബംഗളൂരിലെത്തി ഭാര്യ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ദീപകൃഷ്ണ കൊടും ക്രിമിനലും തട്ടിപ്പുകാരനുമെന്നാണ് വിവരം. 2017 ദുബായിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ശേഷം ദീപക് വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കൊച്ചി പൊന്നുരുതിയിലുള്ള വെറ്ററിനറി ആശുപത്രിയിൽ അതിക്രമം നടത്തിയതിനും 500 രൂപ നോട്ടുകൾ കീറിയെറിഞ്ഞതിനും ദീപകിനെതിരെ കേസുകളുണ്ട്. ഇതിന് പുറമെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും കേസുണ്ട്. അപ്പോ ദീപക് ചെറിയ പുള്ളിയൊന്നുമല്ല. എന്തൊക്കെ കേസ് ലോകത്തുണ്ട് അതെല്ലാം അവൻ്റെ തലയിലുണ്ട്. ലഹരിയുണ്ട്, വിസ തട്ടിപ്പുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, ഏതൊക്കെ വഴിയെ പോണ കേസ് എല്ലാം അവൻ്റെ തലയിലുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു മോൻ വന്നിട്ട് തെരുവ് നായകൾക്ക് ഷെൽട്ടർ, അത് തന്നെ എന്തോ ഒരു മറയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ, സീരിയസ്ലി. ഓക്കെ, അങ്ങനെ തെരുവ് നായകളെ ഷെൽട്ടർ ചെയ്യുന്നവനാകുമ്പോൾ നന്മമരമായി മാറുമല്ല അതുകൊണ്ട് വലിയൊരു നന്മമരമായിട്ട് വാഴുന്നോണ്ടിരുന്ന് അവിടെ ഈ പറയുന്ന സുനിത ജോലിക്ക് പോയി. സുനിത വീട്ടിൽ ലീവിന് പോകണമെന്ന് പറയുമ്പോൾ മർദ്ദിച്ച് തീർത്തു. ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ എന്തെങ്കിലും അജണ്ട കാണും, അല്ലെങ്കിൽ ഈ ഷെറിൻ തീർപ്പിച്ചതായിരിക്കാം, അറിയില്ല. അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ. എന്നാലും ഈ കേസിനെ പറ്റിയിട്ടാണ് പാർവതി വന്നിട്ട് കണവണാന്ന് അങ്ങും തൊടാതെ എന്തോ വായി തോന്നി വിളിച്ച് പറഞ്ഞിട്ട് പോയത്. ഉള്ള കാര്യം പറയാം, പാർവതിക്ക് അറിയത്തില്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലാണ്ട് ചുമ്മാ അറിയാന്നുള്ള പോലെ എന്ത് വിളിച്ച് പറഞ്ഞ് അവിടെ കൂടിയൊക്കെ കയറിപ്പോയി. എയറിലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തെറ്റാണെന്നല്ലേ, നല്ലതാണ്. ഇത്രയും ഫ്ലുവൻ്റായിട്ട് അടിപൊളിയായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. പക്ഷേ കാണുന്ന ആൾക്കാർ മലയാളികളല്ലേ, ഇവിടുത്തെ ന്യൂസല്ലേ, എല്ലാവർക്കും പാർവതിയെ പോലെ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലൊക്കെ സംസാരിക്കാം. ഷോ ഒക്കെ ആവാം, പട്ടി ഷോ ആവാതിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെ ഈ ഒരു കേസ് ഇപ്പോഴും അങ്ങ് പോയി, മാഞ്ഞു പോയി. ഷെറിനൊക്കെ പക്ഷെ കിട്ടുന്ന ആ ഒരു VVIP സൽക്കാരം അത് ചെറുതല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ആ ന്യൂസ് ഒന്ന് കൊടുക്കാം. കുറെ തന്തയില്ലാത്തവന്മാരാണ്, എന്ത് പറയാൻ, നമ്മളൊക്കെ എത്ര സംസാരിച്ചിട്ട് എന്ത് കാര്യം. ഇവിടെ നടക്കൂടാ, ഇവിടെ ഇതൊക്കെ അല്ല, ഇതിൻ്റെ അപ്പുറം നടക്കും. കൊച്ചി നഗരത്തിൽ യുവതിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 3ാമത്തെ പ്രതിയും പിടിയിലായിരിക്കുകയാണ്. അരൂർ സ്വദേശി സഞ്ജയാണ് പിടിയിലായത്. നഗരങ്ങളിൽ കാലാകാലങ്ങളായി പൂട്ടിക്കിട്ടുന്ന ഹോട്ടലിൽ വെച്ചാണ് യുവതി ഇരയായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഇങ്ങനെ ഒരു 24 വയസ്സുകാരി MBA വിദ്യാർത്ഥിനിയാണ്. നഗരത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ HR ജോലി ചെയ്യുന്ന യുവതിയാണ്. ഈ പെൺകുട്ടിയെ ഈ 3 പേരടങ്ങുന്ന സംഘം വലിച്ചിഴച്ചു കൊണ്ടുപോയി ശ്രമിച്ചത്. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ വിവസ്ത്രയാക്കിയ ശേഷം അവരെ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൽ 2 പ്രതികൾ പിടിയിലായിരുന്നു. ഒന്ന് ഡാനിഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ്, മറ്റൊരാൾ കൊല്ലം സ്വദേശി രാഹുലാണ്. ഈ 2 പേർക്ക് ശേഷം ഇപ്പോൾ 3ാം പ്രതിയും പിടിയിലായിട്ടുണ്ട്. സഞ്ജയ് എന്ന് പറയുന്ന അരൂർ സ്വദേശിയാണ്. ഈ 3 പേരും ചേർന്നാണ് പെൺകുട്ടിക്കാൻ ശ്രമിച്ചത്. പോലീസ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളിൽ സ്ഥിരം കൂടി നിന്ന് മദ്യപിക്കുന്നത് ഇവരുടെ ഒരു ശീലമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ പ്രതികൾ 3 പേരും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ ഒഴിഞ്ഞേക്ക് കിടന്ന കെട്ടിടത്തിലോട്ട് പെൺകുട്ടി എങ്ങനെ പോയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുന്നുണ്ട്. അറിയില്ല, എന്തായാലും കൊള്ളാം. ഈ തന്തയില്ലാത്തവന്മാരെയൊക്കെ പിടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മറ്റേ തിന്നാനും കൊടുത്ത് വെളിവിടാനല്ലേ, ഉള്ള കാര്യം പറയാം. എൻകൗണ്ടർ ജയിലിൽ കൊണ്ടിട്ട് തിന്നാൻ കൊടുക്കുന്ന എന്തിന്? ഇവിടെ സ്ത്രീകളുടെ മേലിൽ കൈ വയ്ക്കുന്നവന്മാരെ വെട്ട വേണ്ടി വിരൽക്കളയല്ല ഈ തലയെ. അതിൽ ഒരു മാറ്റവും ഇല്ല. ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ ദേഹത്ത് അവളുടെ തന്ത തൊട്ടാൽ കൂടി അടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ, തീർക്കണം. മനസ്സിലായ? മോശമായ ഇൻറ്റൻഷനിൽ സ്വന്തം തന്ത തൊട്ടാൽ പോലും തീർത്ത് കളയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. വെച്ചോണ്ടിരിക്കണ്ട. അങ്ങനെയുള്ള തന്തയാണെങ്കിൽ അവൻ തന്തയല്ല. ഓക്കെ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടുമൊക്കെ പെരുമാറുക. നമ്മുടെ ഗവൺമെൻറ് അവനൊക്കെ തിന്നാൻ കൊടുത്ത് അവിടെ കൊണ്ടിട്ട് പോറ്റിയിട്ട് എന്നാ ഗീരവത്തുണ്ടാക്കാനാണ്? ഒരു തേങ്ങയും ഉണ്ടാക്കാനില്ല. ചുമ്മാ നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്ത് തിന്നാൻ കൊടുക്കുന്നതും ഇവന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതും മെച്ചം എന്ന് പറഞ്ഞ് നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മുടെ പൈസ, നമ്മളെ ടാക്സും കൂടിയാണല്ലോ പിരിച്ചുകൊണ്ട് പോണത്. അതുകൊണ്ട് നഷ്ടം നമുക്കേ ഉള്ളൂ. ജനങ്ങളെ പൈസ വാങ്ങിച്ചാണ് തിന്നുകൊണ്ടിരിക്കുന്നത് നാറികൾ. ഓക്കെ, അതുകൊണ്ട് മൊത്തത്തിൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താടേ ഈ നാടിങ്ങനെ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ്. പാർവതി
ഒരു കേസ് കുത്തി തുറന്നു വിട്ട് അതിപ്പോൾ ഇങ്ങനെയായി. എന്തായാലും സുനിത എന്ന് പറയുന്ന സ്ത്രീയുടെ മരണം ദുരൂഹത, അതിൻ്റെ സത്യാവസ്ഥ പോയി. കാര് എവിടെ ഇതൊക്കെ അന്വേഷിക്കാൻ ആർക്ക് സമയം? നമ്മുടെ ചേട്ടനാണെങ്കിൽ VVIP ട്രീറ്റ്മെൻറ്റിലും സുഖജീവിതത്തിലും സുഖവാസത്തിനും ഒരു വെക്കേഷന് ജയിലിൽ പോയതുപോലെ പോയി ജീവിച്ചു. അമേസിങ്. കൂടുതലൊന്നും പറയാനില്ല. കുറച്ച് തൊലിവെളുപ്പും സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ വലിയവന്മാർ അങ്ങോട്ട് പിടിച്ചെടുത്ത് താങ്ങിക്കൊടുക്കും. ഏത് ഷെയ്ക്കടി. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.